നിന്ന് വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാം. നമുക്ക് ചെറിയ ഒരു ക്യാമ്പയിനാണ് 100 ഗോൾഡൻ ഡേയ്സ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഈ ക്യാമ്പയിൻ്റെ ജില്ലാതലത്തിലുള്ള ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന്. ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇതോടൊപ്പം ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ ദീപ സുകുമാരൻ DGM, ശ്രീ ദിനേശൻ കെ DGM, ശ്രീ പ്രവീൺ കുമാർ KP DGM, നന്ദി പറയുന്ന നമ്മുടെ AGM ശ്രീ മധുരേഷ് 100 ദിവസത്തിൽ 17 ദിവസമേ ഇവിടെ ആയിട്ടുള്ളൂ. അതിനകം തന്നെ കണ്ണൂർ ജില്ലയിൽ അടക്കം വലിയ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചു എന്നത് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഉദ്ഘാടനം. തീർച്ചയായിട്ടും അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ നീങ്ങുന്നില്ല. അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്താണ് നമ്മളൊക്കെ തന്നെ വിശദമായിട്ട് സംസാരിക്കാൻ ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം രവീന്ദ്രൻ സാറിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തിക സാക്ഷരത. കേരളത്തിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട്, കേരളമാണ് സാമ്പത്തിക സാക്ഷരതയിലും വളരെ മുന്നിൽ നിന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾക്ക് വിധേയരാകുന്നതും നമ്മൾ കെണിയിൽപ്പെട്ടു പോകുന്നതും സാമ്പത്തികം എന്നുള്ള കേരളം. ഇത് രണ്ടും കൂടി ഒത്തുപോകും. അതായത് അപ്പൊ നമ്മൾ സാധാരണ മനുഷ്യൻ നമ്മളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഒരു സ്വപ്നങ്ങൾ, വലിയ വാഗ്ദാനങ്ങൾ നൽകിയാൽ മതി. മനുഷ്യന്റെ ഒരു ഗ്രീഡി ഉണ്ടല്ലോ, അത്യാഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് വെച്ച് മാല ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിന്റെ പിന്നാലെ പോകും. അപ്പൊ അത് ചിലപ്പോൾ നിങ്ങൾക്ക് പലിശ മാത്രമേ കിട്ടുള്ളൂ, മാല കിട്ടില്ല. അങ്ങനെയാണ് പല സ്ഥാപനങ്ങളും നമ്മുടെ അടുത്ത് വന്ന് നമ്മളടുത്ത് നല്ല ഉന്നതമായ നിരക്കിലുള്ള പലിശ തരാമെന്ന് പറഞ്ഞ് നമ്മൾ ആവർത്തിക്കപ്പെടും. ഒരാളെ ആദ്യം ചേർക്കും, അയാൾ പറയുന്നത് ക്യാമ്പയിൻ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അവസാനം 3-4 തവണ നിങ്ങൾക്ക് നന്നായിട്ട് പലിശ കിട്ടിയെന്ന് വരും. അവസാനം മുതലിൽ പോയി നോക്കുമ്പോഴാണ് പിന്നെ നെഞ്ചത്തടിയും നിലവിളിയും പോലീസ് സ്റ്റേഷനിൽ പറയും ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇവിടുത്തെ ഭരണകക്ഷികൾ എന്താ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ എത്ര ആയിട്ടില്ല. അതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു വലിയ ക്യാമ്പയിൻ 2013-14 കാലഘട്ടങ്ങളിൽ ആളുകളെ മുഴുവൻ സാക്ഷരരാക്കുക. അപ്പൊ ഈ ഫോർമൽ ബാങ്കിങ് നമ്മൾ ധനകാര്യ ആവശ്യങ്ങൾക്കൊക്കെ മുമ്പേയൊക്കെ നമ്മൾ ആരെ ആശ്രയിച്ചിരുന്നത്? നമ്മൾ ആശ്രയിച്ചിരുന്നത് മണി ലെൻഡേഴ്സിനെയും വട്ടിപ്പലിശക്കാരെയും ഒക്കെയുള്ള ആളുകളെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. അതിന് പ്രമാണം കൊടുക്കണം, ചെക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ പോയി നമ്മൾ ആവശ്യം വിൽക്കുമ്പോൾ അഭൂതപൂർവമായ പലിശയാണ്. എത്ര ശതമാനം എന്ന് പറഞ്ഞോളൂ. നമ്മൾ വട്ടിക്ക് 105%, 100 രൂപക്ക് 5 രൂപ, എത്ര ശതമാനമായി പലിശ? 60% പലിശയാണ്. ബാങ്കിൽ 9.5%-നാണ് ഇപ്പോൾ 1 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുമ്പോൾ നമ്മളെ ആള് 60% പലിശ ആയാലും നമ്മൾ അന്ന് വാങ്ങിച്ചു പോകും. വേണ്ടിയാണ് ബാങ്കുകള് സാമ്പത്തിക സാക്ഷരതയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും ഒരു വീട്ടിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ള മുദ്രാവാക്യമായിട്ട് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയി. ഒന്ന് ബാങ്ക് വേണം, പിന്നെ വീടിന്റെ അടുത്തൊരു ബാങ്ക് വേണം, നമ്മളെ ചുറ്റുവട്ടത്തൊരു ബാങ്ക് ഉണ്ടായിരിക്കണം, പിന്നെ ഇത് തുടങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വേണം. എങ്ങനെയാണ് നമ്മൾ ബാങ്കിൽ പൈസ ഇടുക? എപ്പോഴാണ് ബാങ്കിൽ പൈസ ഇടുക? സാധാരണ രീതിയിൽ ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്നു, നമുക്ക് വരുമാനം ഉണ്ടാകുന്നു, ആ വരുമാനത്തിന് കുടുംബത്തിന് ചെലവുണ്ടാകുന്നു. ഈ ചെലവിന്റെ അകത്തുനിന്ന് ഒരു ഭാഗം മിച്ചം പിടിച്ചിട്ട് എന്തിനാണ് മിച്ചം പിടിക്കുന്നത്? ഭാവിയിലേക്ക് നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അന്നേരം ഒരുപാട് പൈസ ഒന്നിച്ചുണ്ടാവണമെങ്കിൽ അത് നമുക്ക് ഉണ്ടാവില്ല. സുരുക്കൂട്ടി വെക്കുകയാണ്. അപ്പൊ ഇത് ചെയ്യുന്നതിന് ഇതിനാണ് ഇത് അതേപോലെ നിക്ഷേപങ്ങൾക്ക് ഒരു ഗുണമാണോ? അത് നിക്ഷേപം നമ്മുടെ സമ്പാദ്യം നമ്മുടെ ആവശ്യമുള്ള സമയത്ത് ചോദിച്ചാൽ നമുക്ക് കിട്ടണം, അത് സേഫ് ആയിരിക്കണം, അത് ന്യായമായ ഒരു പലിശ. ഇതാണല്ലോ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി എല്ലാവരെയും നിർബന്ധിച്ച് ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം.
ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ആദ്യം പലിശ മിനിമം ബാലൻസ് വേണമായിരുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞു. സീറോ ബാലൻസ് ആയിട്ട് ഒരു പൈസ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും കൊണ്ട് ബാങ്കിൽ പോയാൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. അപ്പൊ ഇത് ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു വീട്ടിലൊരു ബാങ്ക് അക്കൗണ്ട് എന്നുള്ള രീതിയിലോ ഇതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മൾ സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട്. സഹകരണ മേഖലയിലെ സംഘങ്ങളും സൊസൈറ്റികളുമായിട്ട് നമ്മൾ എപ്പോഴും പലപ്പോഴും ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് വായ്പ എടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. നടുക്കുള്ള തട്ടില്ലാതാക്കി അങ്ങനെ സഹകരണ മേഖല ഇപ്പൊ 2 തട്ടിലേക്ക് മാറ്റി. അപ്പൊ ലെഗസി ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ഈ മൊത്തത്തിലെ ലാഭവും നഷ്ടമൊക്കെ ആയിട്ടുള്ള സംഘങ്ങളെ ചേർത്ത് വരുമ്പോൾ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ നഷ്ടമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ആ നഷ്ടം നടത്താനുള്ള പ്രവർത്തനം നമ്മൾ പ്രവർത്തിച്ച് 4 കൊല്ലം കൊണ്ട് സാധാരണക്കാരന്റെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കയറി ചെല്ലാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരള ബാങ്ക്. എന്താ ഭരിക്കുന്നത്? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ഇപ്പൊ ബാങ്കിന്റെ ഭരണസമിതിയിൽ ഒരു അംഗമായിരുന്നു. ഇങ്ങനെ 14 ജില്ലയിൽ നിന്നും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സഹകരണ സംഘങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ ആണ് ഇതിന്റെ ഭരണം നിർമ്മിക്കുന്നത്. അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത് ശ്രീ ഗോപി കോട്ടമുറിക്കൽ എന്ന് പറയുന്ന അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു വന്നാലാണ്. അദ്ദേഹമാണ് ബാങ്കിന്റെ പ്രസിഡന്റ്. അപ്പൊ ബാങ്കിന്റെ പൂർണ്ണ അധികാരം ഈ ഭരണസമിതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഈ പുറത്തുകൂടെ പോവുക. ഇപ്പൊ ആ പ്രദേശത്തോട് നടക്കാൻ സംഭവിക്കില്ല. പോലീസുകാർ അനുവാദം മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇത് നിലവറയിൽ ഇനിയിപ്പോ വലിയ തരത്തിൽ ബി നിലവറ തുറക്കണോ വണ്ടിയൊന്നും ചർച്ച നടന്നുകൊണ്ടിരിക്കും. അതും കൂടെ തുറഞ്ഞാൽ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. കാര്യമാണോ അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി ഉണ്ടോ എന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും 2 എണ്ണത്തിലുണ്ടെങ്കിൽ 3ാമത്തേനും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോ കോടിക്കണക്കിന് രൂപ ലക്ഷങ്ങളുള്ള സ്വർണ്ണ നിധി അതിന്റെ അകത്തുണ്ട്. അപ്പൊ നമ്മളൊക്കെ വീട്ടിൽ തന്നെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഞങ്ങളടുത്ത് വാ. നിങ്ങൾ വെറുതെ ലോക്കറിൽ വെക്കണ്ട, വെട്ടി പൂട്ടി വെക്കണ്ട. ഇതുമായിട്ട് ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ തരാം. ആകർഷകമായ രീതിയിൽ നമ്മൾ പണം തരാം. അങ്ങനെ കേരള ബാങ്ക് കേരളത്തെ അങ്ങോളം ഈ ഒരു 100 ദിവസം കൊണ്ട് 1500 കോടി രൂപ സമാഹരിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് 100 ഗോൾഡൻ ഡേയ്സ്, 100 തങ്ക ദിനങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ തങ്ക ദിനങ്ങൾ കസ്റ്റമേഴ്സിനാണ്, ജീവനക്കാർക്കല്ല. കാര്യം അവർക്ക് കഷ്ടപ്പാടാണ്. കാരണം അവർക്ക് ഈ ടാർഗറ്റ് എത്തിക്കാൻ വേണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കേണ്ടി വരും. അവർക്ക് 100 ഗോൾഡൻ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. ഞാനിപ്പോ ചോദിച്ചു മനോജനോട്, ഈ മാസത്തെ ടാർഗറ്റ് ആയിട്ടില്ല സാറേ, ഇനി പക്ഷെ എന്നാൽ ഇന്ന് പിന്നെ ഇത്രയും ആയിട്ട് 34 നമ്മൾ ടാർഗറ്റ് എത്തിക്കുകയും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള ഒരു നമ്മളെ ഈ അത്യാവശ്യം നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളെ കേരളത്തില് നമ്മളൊരു വീട് വെക്കുന്നു. അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ബാങ്കിന്റെ ഡയറക്ടർ വത്സലകുമാരി മാഡം. വത്സലകുമാരി മാഡത്തിനും ബാങ്കിന്റെ നടത്തിയ ബാങ്കിന്റെ ജനറൽ മാനേജർ മനോജ് സാറിനും ഈ DGMs ദീപ മാഡം, ദിനേശൻ സാർ, പ്രദീപ് സാർ, പ്രദീപ്കുമാർ സാർ എന്നിവർക്കും ബാങ്കിന്റെ ഏരിയ മാനേജേഴ്സ് എല്ലാവർക്കും ഇവിടെയുണ്ട്. ഏരിയ മാനേജേഴ്സിനും ബാങ്കിന്റെ മാനേജർമാർ ഇവിടെ വന്നിട്ടുണ്ട്.